കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണ് ആഫ്രിക്കയിൽ എബോള വൈറസ് പടരുന്നു എന്നുള്ളത്. എന്താണ് എബോള വൈറസ്? ഫൈലോവിറിഡെ എന്ന കുടുംബത്തിൽപ്പെടുന്ന ഒരു ഗുരുതരമായ RNA വൈറസ് ആണിത്. ഇത് മനുഷ്യരിലും ചില വന്യമൃഗങ്ങളിലുമാണ് ബാധിക്കുന്നത്. രോഗം മൂലം ശരീരത്തിൽ രക്തസ്രാവം, പനി, ദുർബലത എന്നിവ ഉണ്ടാകാം. എബോള വളരെ ഉയർന്ന മരണനിരക്കുള്ള രോഗമാണ്. ഫ്രൂട്ട് ബാറ്റ്സ് എന്ന ഫലവവ്വാൽ ആണ് ഇതിന്റെ പ്രധാന നാച്ചുറൽ റിസർവോയറായി കരുതുന്നത്. രോഗിയുമായി നേരിട്ടുള്ള സമ്പർക്കം, കണ്ടാമിനേറ്റഡ് നീഡിൽസ്, സംരക്ഷണമില്ലാതെ രോഗിയെ പരിചരിക്കൽ, ഇൻഫെക്റ്റഡ് അനിമൽസിനെ കൈകാര്യം ചെയ്യൽ എന്നിങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ രോഗിയുടെ രക്തം, ഉമിനീർ, വിയർപ്പ്, ഛർദി, മലമൂത്രം, ബോഡി ഫ്ലൂയിഡ്സ് എന്നിവ വഴി പകരുന്നു. 2 മുതൽ 21 ദിവസം വരെയാണ് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ്. എലൈസ ടെസ്റ്റ്, RT-PCR, ആന്റിജൻ ഡിറ്റക്ഷൻ ടെസ്റ്റ്, വൈറസ് ഐസൊലേഷൻ എന്നിവ വഴി രോഗനിർണയം നടത്താം. ഇതിന്റെ ലക്ഷണങ്ങൾ പെട്ടെന്നുള്ള പനി, തലവേദന, ശരീരവേദന, ക്ഷീണം, തൊണ്ടവേദന, വയറുവേദന, ചർമ്മത്തിൽ റാഷസ്, കണ്ണ് ചുവപ്പ്, ഇന്റേണൽ ബ്ലീഡിംഗ്, മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ, ഷോക്ക് എന്നിവയാണ്. പ്രധാനമായും സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആണ് നൽകുന്നത്. ഈ രോഗത്തെ എങ്ങനെയെല്ലാം തടയാം എന്ന് നോക്കാം. രോഗബാധിതരുമായി നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക, കൈകൾ ശുചിയായി സൂക്ഷിക്കുക, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഉപയോഗിക്കുക, രോഗികളെ ഐസൊലേറ്റ് ചെയ്യുക, സുരക്ഷിതമായ ശവസംസ്കാരം പാലിക്കുക, വന്യജീവികളുമായി സമ്പർക്കം ഒഴിവാക്കുക, അണുബാധ നിയന്ത്രണ നടപടികൾ പാലിക്കുക, ആരോഗ്യ വിദ്യാഭ്യാസം നൽകുക. വാക്സിനേഷൻ, അതായത് എർവെബോ എന്ന വാക്സിൻ ചില എബോള സ്ട്രെയിൻസിന് ഉപയോഗിക്കുന്നുണ്ട്.